ഹലോ ഗെയ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമുക്കൊരു ഹാങ്ങിങ് ഡെക്കറേഷൻ ചെയ്താലോ? ആദ്യം ഞാനൊരു കേക്ക് കൊണ്ടുവന്ന് റൗണ്ട് ബോക്സ് എടുത്തു. അതിലേക്ക് സ്പോഞ്ച് ഉപയോഗിച്ച് നല്ല പെയിൻറ്റ് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുകയാണ്, നല്ലപോലെ വൈറ്റ് കളറാക്കാൻ വേണ്ടി. ആദ്യം തന്നെ പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മൾ അരച്ച ശേഷം നമ്മൾ ഒരു മുന്തിരിക്കൊല ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. തമ്പനയിൽ കണ്ടതുപോലെ ആ മുന്തിരിക്കൊലയുടെ പടങ്ങളൊക്കെ ഞാൻ വരയ്ക്കുകയാണ്, ഫീഡ് ചെയ്യുകയാണ്. മുന്തിരിക്കൊല വരച്ചു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ബോളുണ്ടാക്കിയിട്ട് കുത്തി ഒരു സ്റ്റിക്കയിലോട്ട് കമ്പ് കുത്തി ഇറക്കി നല്ലൊരു മുന്തിരിക്കുട്ടിയുടെ പരുവാക്കി അതവിടെ മാറ്റി വെച്ചു, പരത്തി വെച്ചു. എന്നിട്ട് റൗണ്ട് ചെയ്യുകയാണ്. ചപ്പാത്തിക്ക് പരത്തുന്നവർ പരത്തി ഒരു സ്റ്റാറിൻ്റെ രീതിയിൽ പഞ്ച് വെച്ച് സ്റ്റാർ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് ആ സ്റ്റാർ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് പെൻസിൽ വെച്ചൊന്ന് കുത്തി റെഡിയാക്കി എടുത്തു. എന്നിട്ട് അതിൻ്റെ അടിയിലോട്ട് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു മുട്ടായി മാറി. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതെ ആ മുട്ടറിയാലോ നിങ്ങൾക്ക്, അതുപോലെയായി. ക്ലേ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ക്ലേ എടുത്ത് നല്ലപോലെ ചെയ്തെടുക്കണം. അതിനുശേഷം നടുക്കൊരു സെൻറ്റർ കൊടുത്ത് ഒരു ഗീ കൊടുത്തൊരു പൂമുട്ട് പോയത് കണ്ടോ, അതുപോലെ കുറേ എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുന്തിരിക്കൊല വരച്ചല്ലോ, അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ ഒട്ടിച്ചു, പല മുന്തിരിക്കൊല ഒട്ടിച്ചു. ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഒരു മുന്തിരിക്കൊലയാക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ ക്ലേ പരത്തിയ ശേഷം ഇലയുടെ ആകൃതിയിൽ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നല്ലപോലെ പരത്തിയെടുത്തു. അതിലോട്ടൊന്ന് വരഞ്ഞു കൊടുത്തു. ഇലയുടെ ആംഗിളിൽ പെൻസിലോ ഇർക്കിലോ വെച്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്തെടുത്ത് കൊടുക്കണം. പ്ലാസ്റ്റിക് വെച്ച് തന്നെയെന്ന് വെച്ചാൽ അവിടെ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ എടുത്ത ശേഷം ക്ലേ എടുത്ത് ആ ഇലയുടെ ആംഗിൾ വരച്ചെടുത്തിട്ട് പശ ഒട്ടിച്ചിട്ട് നമ്മളതിലോട്ട് ഒട്ടിച്ചു കൊടുത്തു. ഒട്ടിച്ച ശേഷം അടുത്ത ഇല ഉണ്ടാക്കണം. അടുത്ത ഇല ഉണ്ടാക്കി അതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇലകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. വീണ്ടും ക്ലേ എടുത്ത് പരത്തി നമ്മൾ വീണ്ടും അതിൻ്റെ തണ്ടുണ്ടാക്കുകയാണ്. തണ്ടും അങ്ങനെ പശ തേച്ചു ഇങ്ങനെ പരത്തി ഒട്ടിച്ചു, ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു. നല്ല ഭംഗിയുണ്ടല്ലേ. എന്നിട്ട് വീണ്ടും പശ വെച്ചു, അടുത്ത തണ്ട് ഒട്ടിച്ചു. അങ്ങനെ തണ്ടുകൾ ഒട്ടിച്ച പരുവത്തിന് കട്ട് ചെയ്ത് മാറ്റുക. ഇങ്ങനെ തണ്ടുകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എല്ലായിടത്തും പശ വെച്ച് ഫിനിഷ് ചെയ്യുകയാണ്. വെള്ള പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്, ഒരു പശ പോലെ. എങ്കിലേ നമുക്ക് കളർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു പശയ്ക്ക് വേണ്ടി പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്, ഒരു ഗ്രീൻ കളർ. അതിലോട്ടൊരു ബ്ലൂ കളർ അടിച്ച് ഫിനിഷ് ചെയ്യുകയാണ്. അടിച്ചു കൊടുത്തു, ബ്ലൂ കളർ അടിച്ച് തീർത്തു കൊടുക്കുകയാണ്. പെട്ടെന്ന് കാണിക്കുന്നതുകൊണ്ട് ഒന്ന് ഓർത്തേക്കരുത്. എന്നിട്ട് ഇലകൾക്ക് പച്ച കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ പൂവിൻ്റെയും കായൻ്റെയും തണ്ടിൻ്റെയും കളറൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. ആ രീതിയിൽ എല്ലാവരും ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. അത് എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല ഭംഗിയായിട്ടില്ലേ? അതുപോലെ നമ്മുടെ സൈഡ് നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് ചെയ്യുക. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടൊരു ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്.
സൈഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി അടിപൊളി ഒരു പിന്നെ ഗ്ലേസിങ് വരാൻ വേണ്ടി നമ്മൾ ഗ്ലേസ് പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്, വാർണിഷ് അടിച്ചു കൊടുത്തിട്ട് ഇതിന് അവസാനം ഞാൻ വാർണിഷാണ് അടിച്ചു കൊടുത്തത് നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി. എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? നല്ല രസമായില്ലേ? എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബായ്.